നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം വളരെ ഗുരുതരമായ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ തുടർന്ന് ഇന്ത്യ ഇപ്പോൾ ഒരു കടുത്ത തീരുമാനമെടുത്തിരിക്കുകയാണ്. അതായത് ബംഗ്ലാദേശ് ധാക്കയിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ വിസ അപേക്ഷാ കേന്ദ്രം ഇന്ത്യ പൂർണ്ണമായും അടച്ചുപൂട്ടി. ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഉള്ള സമയം ആ കാലഘട്ടമൊക്കെ ഇന്ത്യയുമായി വളരെ സഹകരിച്ച് ഇന്ത്യയുടെ ഒരു സഹോദര രാജ്യം പോലെ ആയിരുന്നു ബംഗ്ലാദേശും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം. എല്ലാ കാര്യങ്ങളിലും ബംഗ്ലാദേശിനെ വളരെ സാമ്പത്തികപരമായിട്ടും സൈനികപരമായിട്ടും അതുപോലെ തന്നെ മറ്റെല്ലാ രീതികളിലും സഹകരിച്ച് സഹായിച്ചിരുന്ന രാജ്യമാണ് ഇന്ത്യ. അതുപോലെ തന്നെ ഇന്ത്യയുടെ തീരുമാനത്തിനനുസൃതമായി ബംഗ്ലാദേശിൻ്റെ ഭൂമി മറ്റ് ഇന്ത്യയെ വിഘടനവാദി, അതായത് ഇന്ത്യയെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന, ഇന്ത്യക്കെതിരെ പോരടിക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദികൾക്ക് താവളം ഒരുക്കാതിരിക്കുകയും അത്തരക്കാരെ അടിച്ചമർത്തുകയും അറസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ബംഗ്ലാദേശിൻ്റെ ഭൂമി മറ്റ് രാജ്യങ്ങൾക്ക്, അമേരിക്ക പോലുള്ള രാജ്യങ്ങൾക്ക്, അമേരിക്ക, ചൈന പാകിസ്ഥാൻ തുടങ്ങി ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾക്ക് ഒരു കാരണവശാലും പെരുമാറാനുള്ള അവസരം കൊടുക്കാതിരിക്കുകയും അങ്ങനെ എല്ലാ കാലത്തും പകരം നന്ദിയോടെ ഇന്ത്യയോടൊപ്പം നിന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. എന്നാൽ ജൻസി കലാപത്തെ തുടർന്ന് അവിടുത്തെ ചില ആഭ്യന്തര പ്രശ്നങ്ങളിൽപ്പെട്ട് ഷെയ്ഖ് ഹസീനയെ അവിടെ നിന്ന് പുറത്താക്കുന്ന ഘട്ടമെത്തിയപ്പോൾ, അല്ലെങ്കിൽ അവർ ഒരുപക്ഷെ വധിക്കപ്പെടാനും സാധ്യത ഉണ്ടായിരുന്ന ഒരു ഘട്ടമെത്തിയപ്പോൾ അവരെ തന്ത്രപരമായി ഇന്ത്യയിലെത്തിച്ച് അഭയം കൊടുത്ത രാജ്യമാണ് ഇന്ത്യ. അങ്ങനെ ആ ഒരു സുഹൃത്തിനെ, സ്നേഹിച്ച സുഹൃത്തിനെ ഒരിക്കലും വിട്ടുകൊടുക്കാതെ സംരക്ഷിച്ച രാജ്യമാണ് ഇന്ത്യ. അങ്ങനെ പ്രത്യേകിച്ചും ഷെയ്ഖ് ഹസീന ഇവിടെ ഇന്ത്യയിൽ വന്നപ്പോൾ അവിടെ ഷെയ്ഖ് ഹസീനയുടെ അസാന്നിധ്യത്തിൽ തന്നെ അവിടുത്തെ കോടതി എന്ന് പറയാൻ പറ്റത്തില്ല, ഇപ്പോഴത്തെ ആക്ടിംഗ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു തട്ടിക്കൂട്ടൽ കോടതി നടപടി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഷെയ്ഖ് ഹസീനയുടെ അഭിപ്രായം പോലും ചോദിക്കാതെ അവരുടെ അസാന്നിധ്യത്തിൽ തന്നെ ആ കേസ് വിചാരണ നടത്തുകയും വധശിക്ഷ വിധിക്കുകയും ചെയ്തു. അപ്പോൾ അതിനെ തുടർന്ന് ഷെയ്ഖ് ഹസീനെ വിട്ടുതരണമെന്ന് പറഞ്ഞ് ബംഗ്ലാദേശ് ഔദ്യോഗികമായും അല്ലാതെയുമൊക്കെ ഇന്ത്യക്കെതിരെ നിലപാടെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഈ സമയത്താണ് ഇന്ത്യ ഇപ്പോൾ വിസ അപേക്ഷാ കേന്ദ്രം പൂർണ്ണമായി അടച്ചുപൂട്ടിയത്. ഒരുപക്ഷെ തീവ്രവാദി ഘടകങ്ങളുടെ നിരന്തരമായിട്ടുള്ള ഭീഷണിയും അതുപോലെ തന്നെ ബംഗ്ലാദേശ് നേതാക്കളുടെ പ്രകോപനപരമായ പ്രസ്താവനകളും ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത് കാരണമാണ് ഈ സുരക്ഷാ ആശങ്കകൾക്കിടയിലാണ് നമ്മൾ ധാക്കയിലെ ഇന്ത്യൻ വിസ അപേക്ഷാ കേന്ദ്രം ഇന്ത്യ അടച്ചുപൂട്ടിയത്. ധാക്കയിലെ ജമുന ഫ്യൂച്ചർ പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ വിസ ആപ്ലിക്കേഷൻ സെൻറ്റർ ഇന്ത്യൻ വിസ സേവനങ്ങൾക്കായുള്ള തലസ്ഥാനത്തെ പ്രധാന സംയോജിത കേന്ദ്രമാണ്. നിലവിലുള്ള സുരക്ഷാ സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രവർത്തനം നിർത്തിവെച്ചത്. ഇന്നലെ ഷെഡ്യൂൾ ചെയ്തിരുന്ന എല്ലാ അപേക്ഷകരെയും പിന്നീടുള്ള തീയതികളിലേക്ക് പുനഃക്രമീകരിക്കുമെന്ന് ഇന്ത്യൻ വിസ ആപ്ലിക്കേഷൻ സെൻറ്റർ ഒരു പ്രസ്താവനയിൽ അറിയിച്ചിട്ടുമുണ്ട്. ഏതായാലും ഇതോടുകൂടി ആശങ്കകൾ വർദ്ധിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യൻ മണ്ണിൽ നിന്ന് നടത്തിയെന്ന് ബംഗ്ലാദേശ് ആരോപിക്കുന്ന പ്രകോപനപരമായ പ്രസ്താവനകളിൽ പ്രതിഷേധിച്ച് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം നമ്മുടെ ഇന്ത്യൻ ഹൈ കമ്മീഷണർ പ്രണയ് വർമ്മയെ വിളിച്ചു വരുത്തി എതിർപ്പ് അറിയിച്ചിരുന്നു. കൂടാതെ നിലവിൽ ഇന്ത്യയിലുള്ള ഹസീനയുടെ അവാമി ലീഗിലെ ചില അംഗങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ബംഗ്ലാദേശ് ആശങ്ക അറിയിച്ചിരുന്നു. എന്നാൽ ഇത് അടിസ്ഥാനമില്ലാത്തതാണെന്ന് ഇന്ത്യ തീർത്തും പറഞ്ഞിട്ടുണ്ട്. കാരണം ബംഗ്ലാദേശ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെയാണ് ഷെയ്ഖ് ഹസീനയുമായി ബന്ധപ്പെട്ട ബംഗ്ലാദേശ് വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി തങ്ങളുടെ മണ്ണ്, അതായത് ഇന്ത്യൻ മണ്ണ് ഉപയോഗിക്കാൻ ഇന്ത്യ ഒരിക്കലും അനുവദിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കി. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇടക്കാല സർക്കാരിൻ്റെ ആരോപണങ്ങളെ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്രപരമായ തർക്കവും അതിരൂക്ഷമായിട്ടുണ്ട്. മാത്രമല്ല, ബംഗ്ലാദേശിലെ റൈഫിൾസ് കലാപത്തിനെ തുടർന്ന് ഷെയ്ഖ് ഹസീനയ്ക്കും ഇന്ത്യക്കുമെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അവരുടെ അന്വേഷണ കമ്മീഷൻ പുറത്തുവിട്ടിട്ടുള്ളത്. ബംഗ്ലാദേശ് സൈന്യത്തെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇന്ത്യയുടെ പങ്കാളിത്തവും കമ്മീഷൻ ഇടയ്ക്ക് ആരോപിച്ചിരുന്നു. ഈ കലാപവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ വീണ്ടും കുരുക്ക് മുറുകയാണ്. അതായത് 16 വർഷം മുമ്പ് നടന്നതും നിരവധി മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും ചെയ്ത കലാപമായിരുന്നു ബംഗ്ലാദേശ് റൈഫിൾസ് കലാപം. ഈ കലാപത്തിന് പിന്നിൽ മുൻ പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള ഉത്തരവാദിത്തമുണ്ടെന്നാണ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടതായി വാർത്താ ഏജൻസി AFP റിപ്പോർട്ട് ചെയ്തത്. ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ അവരുടെ അസാന്നിധ്യത്തിൽ, ഷെയ്ഖ് ഹസീനയുടെ അസാന്നിധ്യത്തിൽ
തട്ടിക്കൂട്ട് ഇടക്കാല ഗവൺമെൻറ് അങ്ങനെ ഓരോ കേസുകളായിട്ട് എത്ര വർഷം മുമ്പ് നടന്നാലും അതെല്ലാം ഷെയ്ഖ് ഹസീനയുടെ പേരിൽ കൊണ്ട് ചാർത്തുകയും അവരുടെ അസാന്നിധ്യത്തിൽ പോലും ഇങ്ങനെ ബാധിച്ച് വിചാരണ നടത്തി ഒരു പാഴ് വിചാരണ എന്ന് പറയാം. കാരണം പ്രതി ഇല്ലാതെ എന്ത് വിചാരണയാണ്? പ്രതിയുടെ വാക്ക് പോലും കേൾക്കാതെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഷെയ്ഖ് ഹസീനയാണ്. അവരുടെ സാന്നിധ്യമോ അവരുടെ വാക്കോ അവർക്ക് പറയാനുള്ള മറുപടികൾ പോലും കേൾക്കാതെ സ്വയം അങ്ങ് വാദിച്ച് ശിക്ഷ വിധിച്ച് ഇപ്പോൾ ഏകദേശം 20-21 വർഷം ഇങ്ങനെ ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. അതുപോലെ വധശിക്ഷ ഇതെല്ലാം വിധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ തട്ടിക്കൂട്ട് ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഉത്തരവാദിത്വമില്ലാത്ത ഒരു സർക്കാർ കൈകാര്യം ചെയ്യുന്ന ഒരിടത്തേക്ക് ഇന്ത്യയുടെ സുഹൃത്തു കൂടിയായ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയെ എങ്ങനെയാണ് ഇന്ത്യ ഇറക്കി വിടുക? അത് പക്ഷേ അതൊരു മരണത്തിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അതിലൊരു ക്ലാരിറ്റി വരാത്തത് കൊണ്ട് തന്നെയാണ് ഇന്ത്യ അവരെ പൂർണ്ണമായും ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത് സംരക്ഷിക്കുന്നത്. മാത്രമല്ല പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ച അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണൽ വിധി തള്ളിക്കളയണമെന്നും ആവശ്യപ്പെട്ടാണ് അവരുടെ പാർട്ടിയായ ബംഗ്ലാദേശ് അവാമി ലീഗ് നവംബർ 30 വരെ എല്ലാ ജില്ലകളിലും പ്രതിഷേധ പ്രകടനങ്ങളും പ്രതിരോധ മാർച്ചുകളും ഒക്കെ നടത്തിയിരുന്നു. ഈ വിധിയെ നിയമവിരുദ്ധം എന്ന് വിശേഷിപ്പിച്ച ബംഗ്ലാദേശ് അവാമി ലീഗ് രാജ്യവ്യാപകമായാണ് പ്രക്ഷോഭം പ്രഖ്യാപിച്ചത്. യൂനുസിനെ കൊള്ളക്കാരനെന്നും കൊലയാളി ഫാസിസ്റ്റ് എന്നും മുദ്രകുത്തി. യൂനുസിനെതിരെ അങ്ങനെ വളരെ ശക്തമായ പ്രതിഷേധമാണ് നടന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും അത് പല ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഷെയ്ഖ് ഹസീനയുടെ ശിക്ഷ നീതിയല്ല, മറിച്ച് രാഷ്ട്രീയ പകപോക്കലാണ് കോടതിയുടെ വിധി അന്യായമെന്നും ഷെയ്ഖ് ഹസീനയുടെ മകൻ സജീബ് വാസദ് പറഞ്ഞു. 2024 വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെ അക്രമത്തിന് പ്രേരിപ്പിച്ചു, മാരകമായ ബലപ്രയോഗത്തിന് ഉത്തരവിട്ടു, കൂട്ടക്കൊലകൾ തടയുന്നതിൽ പരാജയപ്പെട്ടു എന്നീ 3 കുറ്റങ്ങൾ ചുമത്തിയാണ് ഇന്റർനാഷണൽ ക്രൈംസ് ട്രൈബ്യൂണൽ ഹസീനയെ മനുഷ്യരാശിക്കെതിരായ കുറ്റങ്ങൾക്ക് ശിക്ഷിച്ചതിനെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വാസദ് നീതിയുടെ തികഞ്ഞ പ്രഹസനം എന്ന് വിശേഷിപ്പിച്ചത്. ഇതിനിടയിൽ ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനുസ് നേതൃത്വം നൽകുന്ന ഇടക്കാല സർക്കാർ ഇന്ത്യക്ക് ഔദ്യോഗികമായി കത്തും അയച്ചിരുന്നു. ഏതായാലും വധശിക്ഷയ്ക്ക് വിധിച്ച ഈ തീരുമാനം ഷെയ്ഖ് ഹസീനയുടെ മാത്രമല്ല അവരുടെ പാർട്ടിയായ ബംഗ്ലാദേശ് അവാമി ലീഗിൻ്റെയും രാഷ്ട്രീയ നിലനിൽപ്പിന് ഭീഷണി തന്നെയാണ്. ഇപ്പോൾ ഹസീനയും അവരുടെ പാർട്ടിയും രാഷ്ട്രീയ ഭാവി സംരക്ഷിക്കാൻ എന്തെല്ലാം ഓപ്ഷനുകൾ അവശേഷിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട്. അന്താരാഷ്ട്ര ക്രിമിനൽ ട്രൈബ്യൂണൽ വിധിച്ച വധശിക്ഷയ്ക്കെതിരെ അപ്പീൽ നൽകാൻ സാങ്കേതികമായി ഷെയ്ഖ് ഹസീനയ്ക്ക് അവസരമുണ്ടെങ്കിലും അതിനുള്ള വ്യവസ്ഥകൾ വളരെ കർശനമാണ്. ICT ആക്ടിലെ സെക്ഷൻ 21 പ്രകാരം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കുറ്റവാളിയെ ഈ വിധി വന്ന തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ അറസ്റ്റ് ചെയ്യുകയോ കോടതിയിൽ കീഴടങ്ങുകയോ ചെയ്യണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഈ അപ്പീൽ കൊടുക്കാനുള്ള ഒരു അവകാശം ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം മാത്രമേ ഈ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണലിൻ്റെ തീരുമാനത്തിനെതിരെ ബംഗ്ലാദേശ് സുപ്രീം കോടതിയുടെ അപ്പലേറ്റ് ഡിവിഷനിൽ അപ്പീൽ നൽകാൻ കഴിയൂ. പക്ഷേ അത് വിശ്വസിച്ച് ഇപ്പോൾ തിരിച്ചയച്ചാൽ ഈ യൂനുസ് പാവ സർക്കാരിൻ്റെ ഈ കാലഘട്ടത്തിൽ ആ കോടതി സുപ്രീം കോടതി എന്ത് തീരുമാനമെടുക്കും എന്ന് ഏകദേശം എല്ലാവർക്കും ഊഹിക്കാൻ കഴിയും. ഒരുപക്ഷെ ഈ വധശിക്ഷ അംഗീകരിച്ചാൽ പിന്നെ കാണുന്നത് ഇവരെ തൂക്കിലേറ്റുന്ന രംഗമായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൽ ഒരു ഉറപ്പ് വരാതെ, അല്ലെങ്കിൽ അതെന്താകും എന്ന് ഒരു ഉറപ്പ് കിട്ടാത്ത ലോകം തന്നെ ഒരു ആശങ്കയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഷെയ്ഖ് ഹസീനെ ഇന്ത്യ വിടുന്നില്ല എന്ന പരാതിയിലും ആണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഇന്ത്യയുമായി നിരന്തരം ഇങ്ങനെ പ്രകോപനപരമായ പല പ്രസംഗങ്ങളിലൂടെയും അല്ലാതെയും പ്രകോപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പ്രകോപനത്തെ തുടർന്നും മാത്രമല്ല അവിടുത്തെ തീവ്രവാദികളും ഒക്കെ ഇന്ത്യക്കെതിരെ പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ സുരക്ഷാ ഭീഷണി കൂടി കണക്കിലെടുത്താണ് ഇന്ത്യ എന്തായാലും ബംഗ്ലാദേശ് ധാക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ വിസ ആപ്ലിക്കേഷൻ സെൻറ്റർ പൂർണ്ണമായും തൽക്കാലത്തേക്ക് അടച്ചുപൂട്ടിയത്. ഈ നടപടിക്കെതിരെ ഇനി ബംഗ്ലാദേശ് എന്താണ് പറയുന്നതെന്ന് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം. മാത്രമല്ല ഇനി ബംഗ്ലാദേശ് എന്ത് ചാടിയാൽ ഇന്ത്യയുടെ ഒത്ത ഒരു എതിരാളിയല്ല ബംഗ്ലാദേശ്. ബംഗ്ലാദേശിന് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിച്ചാൽ ബംഗ്ലാദേശിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അത്രയേറെ ഇന്ത്യ വളർന്നു കഴിഞ്ഞു. ബംഗ്ലാദേശിൻ്റെ ചിന്തകൾക്കും അപ്പുറമാണ് ഇന്ത്യ. അതാണ് ഇന്ത്യയുടെ ശക്തി. ഇനി ഇന്ത്യയെ ചൊറിഞ്ഞുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു ആശങ്ക ഉണർത്തുന്ന രീതിയിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ എതിരാളികളല്ല എങ്കിൽ പോലും ഇന്ത്യയുടെ തൊട്ടയൽ രാജ്യമായതിനാൽ ഇന്ത്യയുടെ ശത്രുക്കളായ അല്ലെങ്കിൽ ശത്രുപക്ഷത്ത് നിൽക്കുന്ന
ചൈനയെയോ അമേരിക്കയോടോ ഒക്കെ ഒരു താവളങ്ങൾ അവിടെ എത്തിക്കുകയോ തുടങ്ങുകയോ അല്ലെങ്കിൽ അവർക്ക് അമേരിക്കയ്ക്കും ചൈനയ്ക്കും അവിടെ യഥേഷ്ടം വ്യവഹരിക്കാനുള്ള ഒരു സ്ഥലം അവർക്ക് നൽകുകയോ അങ്ങനെ എന്തെങ്കിലും അവരുടെ സാന്നിധ്യം അവിടെ ഉറപ്പിക്കുകയോ ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് ചിലപ്പോൾ യുഎസ് പോയേക്കാം എന്ന് ആണ് ഒരാശങ്ക. എന്തായാലും ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ 7 അയലത്ത് പോലും നിൽക്കുന്ന ഒരു എതിരാളിയല്ല. ഇന്ത്യക്ക് ബംഗ്ലാദേശിന് എന്ത് കാണിച്ചാലും ഇന്ത്യക്ക് ഒരൊറ്റ രാത്രി പോലും വേണ്ട, മണിക്കൂറുകൾ മാത്രം, വിത്തിൻ സെക്കൻഡ്സ് മതി ബംഗ്ലാദേശ് എന്ന രാജ്യത്തെ തന്നെ ഇല്ലാതാക്കാൻ. പക്ഷേ ഒരു അയൽ രാജ്യമായതുകൊണ്ടും ഒരു സഹോദര രാജ്യമായതുകൊണ്ട് അതിലുപരി ഈ ബംഗ്ലാദേശ് എന്ന രാജ്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടി തന്നെ ഇന്ത്യ ഒരുപാട് കഷ്ടപ്പെട്ടതും ഇന്ത്യയുടെ ഒരു ദയയാണ് ബംഗ്ലാദേശുകാർക്ക് ആ രാജ്യം ലഭിച്ചതുപോലും. പക്ഷേ അത് ഇന്ന് അവർ മറന്നാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എങ്ങനെ പ്രവർത്തിച്ചാലും ഒരുപക്ഷെ ബംഗ്ലാദേശിന് ഇന്ത്യ അടുത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല. എങ്കിലും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക മാത്രമല്ല, ഇന്ത്യയുടെ ശത്രുക്കളായ അല്ലെങ്കിൽ ശത്രു സ്ഥാനത്ത് നിൽക്കുന്ന അമേരിക്കയെയോ ചൈനയെയോ ഈ ബംഗ്ലാദേശ് എന്ന രാജ്യത്തിനകത്ത് അവർക്ക് ക്ഷണിച്ചു വരുത്തുകയോ അല്ലെങ്കിൽ അവർക്കവിടെ താവളങ്ങൾ ഒരുക്കാനുള്ള അവസരം നൽകുകയോ ഒക്കെ ചെയ്ത് ഇന്ത്യയെ പ്രകോപിപ്പിക്കാം. അത് മാത്രമാണ് യൂനിസിന് മുമ്പിലുള്ള വഴി. എന്തായാലും നമുക്ക് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.